ഇന്ന് നമുക്ക് എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത്, എന്താണ് വോൾട്ടേജ് എന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് വോൾട്ടേജ് എന്താണെന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, നമ്മളെ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മൂന്ന് തരം മെറ്റീരിയലിനെ കാണാൻ പറ്റും. ഒന്ന് കറണ്ടിനെ കടത്തി വിടുന്നതും, രണ്ടാമത്തത് കറണ്ടിനെ തീരെ കടത്തി വിടാത്തതും, മൂന്നാമത്തതാണ് ഒരു ഭാഗികമായി ഒരു വലിയ രീതിയിൽ കടത്തി വിടുകയല്ല, എന്നാലോ കുഴപ്പമില്ലാത്ത രീതിയിൽ കറണ്ടിനെ കടത്തി വിടുന്ന മെറ്റീരിയലുകളുണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഈ കറണ്ടിനെ കടത്തി വിടുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ടർ. കറണ്ടിനെ കടത്തി വിടാത്തതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസുലേറ്റർ. ഒരു ഭാഗികമായി പാർഷ്യലി നമ്മൾ കറണ്ടിനെ കടത്തി വിടുകയാണെങ്കിൽ ആ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെമി കണ്ടക്ടർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് കറണ്ട് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാലോ, ഏതൊരു വസ്തുവും നമ്മൾ അതിനെ ചെറിയ പീസ് ആക്കിയാൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു സാധനത്തിന് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആറ്റം എന്നുള്ളത്. ഇനി ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയില്ലേ? അതിനെന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ കറണ്ട് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിലൂടെയും ഇലക്ട്രോണുകൾ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഫ്ലോയെയാണെന്ന് പറയാം കറണ്ട് എന്നുള്ള പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? പ്ലഗിൽ കുത്തുകയെന്ന് വിചാരിക്കുക, സോക്കറ്റിൽ കുത്തുകയെന്ന് വിചാരിക്കുക. ഒരു കമ്പി വെച്ചിട്ടാണ് ഞാൻ ആ സോക്കറ്റ് കുത്തിയത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ള അല്ലേ, വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ള സാധനമാണ് അല്ലേ. ഇതിലൂടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? എൻ്റെ ശരീരത്തിലൂടെ എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോണിലേക്ക് പാസ് ചെയ്ത്, അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോൺ പിറ്റത്തെ ആറ്റത്തിലെ ഇലക്ട്രോണിലേക്ക് പാസ് ചെയ്ത് പോകും. ഈ പാസിംഗ് ആണെന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണുകളുടെ ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ശരീരത്തിലൂടെ ആ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഓരോ ആറ്റത്തിൽ നിന്നും അടുത്ത ആറ്റത്തിലേക്ക് പാസ് ചെയ്തു പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും? കറണ്ട് പിടിക്കും. കാരണം എന്താ? ഞാൻ കണ്ടക്ടറായി. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? നമ്മളെ ഏതൊരു സാധനത്തിനും എന്തുണ്ടാവും? ഇലക്ട്രോണുകളുണ്ടാവും. ശരീരത്തിലല്ല, ഏതൊരു ആറ്റത്തിലും മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലേ. ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവും. എന്നാൽ ഉണങ്ങിയ മരത്തിൽ നമ്മൾ അങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പം കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? അവിടെ മൂവ് ചെയ്യാനുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, നമ്മൾ ആറ്റത്തിൻ്റെ പുറത്ത് മൂവ് ചെയ്യാനുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് വളരെ കുറവായിരിക്കും. കുറവായതുകൊണ്ട് അത് പാസ് ചെയ്ത് പോവില്ല. അതാണ് കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇനി കറണ്ട് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംബിയർ. നമ്മൾ ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് നമ്മളതിനെ എപ്പോഴും കാണിക്കൽ. അതേപോലെ ആംബിയർ അളക്കുന്ന മീറ്ററിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംബിയർ മീറ്റർ, അതായത് അമ്മീറ്റർ. ഇനി നമുക്ക് വോൾട്ടേജ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, കറണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഫ്ലോ ചെയ്യണം, പാസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസുകൾ പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലേ. ഒരു ഇലക്ട്രോൺ അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോണിലേക്ക് ഇങ്ങനെ ചാടി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അയാളൊന്ന് നിർബന്ധിക്കേണ്ട, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്താലല്ലേ പോവുള്ളൂ. ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ പ്രഷറിനെ പറയുന്ന പേരാണെന്ത്? വോൾട്ടേജ് എന്നുള്ളത്. എപ്പോഴത്തും പോലെ തന്നെ വോൾട്ടേജിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. നമ്മൾ ബാറ്ററി ഒക്കെ അല്ലേ വോൾട്ടേജ് ആണ്. ബാറ്ററിന് നമ്മൾ യൂണിറ്റ് എന്താ പറയുക? വോൾട്ട് എന്ന് പറയാം. അപ്പോൾ വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താ? വോൾട്ട് എന്നുള്ളതാണ്. ക്യാപിറ്റൽ വിയിലായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. അതേപോലെ വോൾട്ട് മീറ്ററാണ് നമ്മൾ വോൾട്ടിനെ അളക്കുന്ന മീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കറണ്ടിനെയും വോൾട്ടേജിനെയും അളക്കാൻ ഇതിനേക്കാളും ഉപയോഗിക്കുന്ന മറ്റൊരു മീറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? മൾട്ടിമീറ്റർ. അതായത് ഒന്നിലധികം അളവുകളൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്ററിൻ്റെ പേരാണെന്ത്? മൾട്ടിമീറ്റർ. ഇനി നമുക്ക് കറണ്ട് ഏതൊക്കെ ടൈപ്പുകളുള്ളതെന്നാണ് നോക്കണ്ടേ. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ കറണ്ടാണെന്ന് AC കറണ്ട്. എന്നാൽ
നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് മൊബൈലിലായിക്കോട്ടെ, നമ്മളെ വീട്ടിലെ ഇൻവെർട്ടറിലായിക്കോട്ടെ, കറണ്ടൊക്കെ പോകുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന നമ്മുടെ ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന കറണ്ടിൻ്റെ പേരാണെന്ത്? DC കറണ്ട്. പലപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നതാണെന്ത്? ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയും. അതല്ല, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. AC കറണ്ടിന് നമ്മൾ സാധാരണ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാന്ന് പറയും. DCന് എന്ത് ചെയ്യും? ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. ഇതിൽ പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്? AC ആണോ സേഫ്, DC ആണോ സേഫ്? AC ആണ് സേഫ്. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ടിനും രണ്ട് സിഗ്നലുകൾ പഠിക്കാനുണ്ട്. സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-ക്ക് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് മാറി മറിയുന്ന സിഗ്നലാണ്. ഈ മാറി മറിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. DC അങ്ങനെയല്ല. നിങ്ങൾ ചോദിക്കുന്നത് ചിലപ്പം ഈ ബാറ്ററിയിൽ നിന്ന് മൊബൈൽ ചാർജ് ഇപ്പോൾ അത്ര വലിയ ഡേഞ്ചർ ആവുള്ള കാരണം ഇത് മാത്രമല്ല. നമുക്ക് ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്, ഹൈ റേഞ്ച് വോൾട്ടേജ് വരുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ല 24 വോൾട്ടിൻ്റെ ബാറ്ററി മൊബൈൽ ചാർജ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു രീതിയിലുള്ള കാര്യമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. പല സ്ഥലങ്ങളിലും DC കറണ്ടുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കറണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DC തന്നെയാണ്. അപ്പോൾ AC DC ആണോ ഡേഞ്ചർ ചോദിച്ചാൽ DC ഹേ, AC തോടാ കമ്മിയേ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക AC ആണ്. ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുക DC ആണ്. അത്രമാത്രം.